Okay, so next question. A square pyramid of base side 30 millimeter and height 60 millimeter is resting on HP on its base with all of its base edges are equally inclined to VP. Okay, so question on the a square pyramid of base side 30 millimeter and height 60 millimeter is resting on HP on its base with all of its base edges are equally inclined to VP. Okay, അപ്പോൾ എങ്ങനെ ഇരിക്കുക നമ്മുടെ സ്ക്വയർ പിരമിഡ് എങ്ങനെ ഇരിക്കുക? സോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി അല്ലേ? ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇസ് ബേസ്, റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇസ് ബേസ് വിത്ത് ഓൾ ഓഫ് ഇസ് ബേസ് എഡ്ജസ് അല്ലേ? എല്ലാ ബേസ് എഡ്ജസും വിച്ച് ആർ equally inclined to VP. So that means with respect to VP ഇത് എത്രയായിരിക്കും? It is 45 degree inclined to VP ആയിട്ടായിരിക്കും ഓരോ ബേസ് എഡ്ജസും ഇരിക്കുക അല്ലേ? So it is the വ്യൂ അല്ലേ? So it is the view. Okay, so it is the view. അപ്പം ഇതിൻ്റെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്ലാനും എലിവേഷനും വരയ്ക്കണം. ആദ്യം എവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം? ഫസ്റ്റ് യു വാണ്ട് ടു ഡ്രോ ഈസ് ടോപ്പ് വ്യൂ അല്ലേ? ടോപ്പ് വ്യൂ നമുക്ക് ബേസ് കാണുന്നത് എവിടെയാണ്? ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ബേസ് കാണുക. സോ ആദ്യം ടോപ്പ് വ്യൂ വരച്ച് തുടങ്ങാം. Okay, so ഇവിടെ all of its base edges are equally inclined to VP. So that means എല്ലാ എഡ്ജസും എങ്ങനെ ഇരിക്കണം? ഇറ്റ് ഈസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് ഫൈ ലൈനായിട്ട് നിൽക്കണം അല്ലേ? 45 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് ഫൈ ലൈനായിട്ട് നിൽക്കണം. So it is A, B, C, D. പിന്നെ എന്ത് വേണം? സെന്റർ ദാറ്റ് ഈസ് ഇൻ അപ്പെക്സ് O വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോട്ടം പോയിന്റ് കൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കാം. ആക്സിസിലെ ബോട്ടം പോയിന്റ് കൂടെ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് P. ഇതിൻ്റെ ഫ്രണ്ടിൽ വരയ്ക്കാം. So it is A dash, B dash, C dash, then bicycle D dash. What is its height? I think it is 60 millimeter. പിന്നെ ഓക്കെ, ഇനി ബേസ് എഡ്ജിൻ്റെ ലെങ്ത് നമുക്കറിയാം. ഇറ്റ് ഈസ് 30 millimeter. സോ 30 millimeter കൊടുത്തു. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഈ സാധനത്തിന് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ട്രയാങ്കുലർ പിരമിഡിനെ ഇവിടെ ഒരു സ്ക്വയർ പിരമിഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മൾ കാണുക? ഇതിൻ്റെ ലാറ്ററൽ ഫേസസിന് എന്തായിരിക്കും ഉള്ളത്? സോ ലാറ്ററൽ ഫേസസ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഫേസസാണ് അല്ലേ? ഇപ്പോൾ എത്ര ലാറ്ററൽ ഫേസസ് ഉണ്ട്? റേസ് എ സ്ക്വയർ പിരമിഡ്. സോ എത്രയുണ്ട്? 1 2 3 4 4 എന്താണ് ട്രയാങ്കുലർ ഫേസസ് കാണും. സോ ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ലെങ്ത്? ഈ ട്രയാങ്കുലർ ഫേസസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും. ഇതെന്ന് പറയുന്നത് ബേസ് എഡ്ജിൻ്റെ ലെങ്ത് ആയിരിക്കും അല്ലേ? സോ ഇങ്ങനെ 4 ട്രയാങ്കുലർ ഫേസസ് അല്ലേ? അതാണ് ഇതിൻ്റെ ലാറ്ററൽ ഫേസസ് എന്ന് പറയുന്നത്. ബോട്ടം എന്ന് പറയുന്നത് എന്താണ്? ബോട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ക്വയർ ഷേപ്പ് അല്ലേ? ഇറ്റ് ഈസ് എ സ്ക്വയർ പിരമിഡ്. സോ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലാറ്ററൽ ഫേസസിനെ അങ്ങ് വിടർത്തി വെക്കാം അല്ലേ? സോ ലാറ്ററൽ സർഫസസിനെ നമുക്കൊന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്യാം. സോ ലാറ്ററൽ സർഫസിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും കാണുക? നോക്കിയേ, എത്രയായിരിക്കും ആ ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നോക്കിയേ, ഈ O dash C dash എന്ന് പറയുന്ന എഡ്ജ്, ദാറ്റ് ഈസ് O dash C dash എന്ന് പറയുന്ന എഡ്ജ് എങ്ങനെയാണ്? O dash A dash or O dash C dash, ദാറ്റ് ഈസ് എങ്ങനെ ഇരിക്കുന്നത്? ദാറ്റ് ഈസ് പാരലൽ ടു VP അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത് നമുക്ക് ദാറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ്. അപ്പോൾ ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും അല്ലേ? OC. സോ ഈ ലെങ്ത് തന്നെയായിരിക്കും ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത്. സോ നമ്മൾ ഈ OC ലെങ്ത് നമ്മൾ എടുത്തു, ജസ്റ്റ് ഒരു ആർക്കങ്ങ് വരച്ചു, ജസ്റ്റ് OC ലെങ്ത് എടുത്തു. ജസ്റ്റ് ഒരു ആർക്ക് അങ്ങ് വരച്ചു. ഓക്കെ, OC ലെങ്ത് എടുത്തു, ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു. ഇനി
ഇതിൻ്റെ സോ OC നമുക്ക് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ OA അല്ലെ OA അല്ലെങ്കിൽ OB അല്ലെ OC അല്ലെങ്കിൽ OD എല്ലാം സെയിം ലെങ്ത് തന്നെയാണ് അല്ലേ? എല്ലാ ലാറ്ററൽ എഡ്ജസിനും സെയിം ലെങ്ത് തന്നെയല്ലേ? സോ നമ്മളത് മാർക്ക് ചെയ്തു, OA ജസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി മറ്റേ എന്താണ്, പിന്നെ എന്താ വേണ്ടത്? ലാറ്ററൽ എഡ്ജസ് മാത്രം മതിയോ? ബേസ് എഡ്ജസിൻ്റെ ലെങ്തും കൂടി ആയാലും ട്രയാങ്കിൾ ആകത്തുള്ളൂ അല്ലേ? ഇനി ബേസ് എഡ്ജസിൻ്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് 30 mm. സോ 30 mm നമ്മൾ മെഷർ ചെയ്തു. സോ AB ലെങ്ത് അല്ലേ 30 mm നമ്മൾ മെഷർ ചെയ്തു. സോ 30 mm മെഷർ ചെയ്തു. ഈ ആർക്കിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ 1 2 3 4 അല്ലേ? അപ്പം ഏതൊക്കെയായിരിക്കും? ഇങ്ങനെ നെയിം ചെയ്യാം. ഇറ്റ് ഈസ് A B C D, വീണ്ടും A തന്നെ അല്ലേ? സോ A B C D. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ അടിച്ചിരിക്കുക? സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സോ AB BC CD DA. സോ ഇതെന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് O അല്ലേ? ഇനി നമുക്ക് ഈ എഡ്ജസും കൂടെ റെപ്രസെൻറ്റ് ചെയ്തേക്കാം അല്ലേ? ലാറ്ററൽ എഡ്ജസും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കാം. ഇറ്റ് ഈസ് OA, then OB, OC, OD അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ ബോട്ടം അല്ലേ? ഇതിൻ്റെ ബോട്ടത്തിനെ നമുക്ക് അങ്ങ് വിടർത്തണം അല്ലേ? ബോട്ടത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് എടുക്കണം. സോ ബോട്ടം എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ ഷേപ്പ് അല്ലേ? എത്രയാണ് സൈസ്? 30x30 അല്ലേ? സോ അതിനെയും കൂടെ നമുക്ക് അങ്ങനെ വിടർത്തി വെക്കാം. സോ ഇവിടെ ഞാൻ വിടർത്തുക. സോ ഇറ്റ് ഈസ് A B C D. So it is the development of this square prism. Okay. ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷൻ വരച്ചു. അതിനുശേഷം നമുക്കറിയാം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ട്രയാങ്കുലർ ഫേസസ് ചേർന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ ഫേസസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇതിൻ്റെ ലാറ്ററൽ എഡ്ജസ് നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? സോ ബിക്കോസ് OC അല്ലെങ്കിൽ OA ദാറ്റ് ഈസ് പാരലൽ ടു VP ആയിട്ട് നിൽക്കുന്നു. സോ ദാറ്റ് ഈസ് O'C' ലെങ്ത് അല്ലെങ്കിൽ O'A' ലെങ്ത് തന്നെയായിരിക്കും ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത്. സോ അത് നമ്മളെടുത്തു, OA ഡിസ്റ്റൻസ് എടുത്തു, പിന്നെ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു, പിന്നെ ആ ട്രയാങ്കിൾസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സോ ഇവിടെ AB യുടെ ലെങ്ത് അല്ലേ? ഇവിടെ OA ദാറ്റ് ഈസ് ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത്, AB യുടെ ലെങ്ത് എന്ന് പറയുന്നത് ബേസ് എഡ്ജിൻ്റെ ലെങ്ത്. സോ ഇത് തന്നെയായിരിക്കും OABO അല്ലേ? അതായിരിക്കും ഒരു ട്രയാങ്കിൾ. ഇങ്ങനെ 4 ട്രയാങ്കിൾസ് അല്ലേ? സോ അതിനെ നമ്മൾ വിടർത്തി അങ്ങ് വെച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ബേസിനെയും കൂടെ നമ്മൾ വിടർത്തി അല്ലേ? സോ ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഇതൊരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 30 അല്ലേ? എപ്പോഴും നമ്മൾ ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും അങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ക്യാപിറ്റൽ വെച്ച് തന്നെ, അതായത് നമ്മൾ സാധാരണ എപ്പോഴും ആ ഒരു ഫോർമാറ്റിലാണ് പോകുക. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ആണ് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ A', B', C' അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സപ്പോസ് എ സ്ക്വയർ പ്രിസം വിച്ച് ഈസ് resting on HP on its base with 2 of its base edges are perpendicular to VP. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് ഓൾ ഓഫ് ഹിസ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു VP എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത ക്വസ്റ്റ്യനകത്ത് എന്താണ്? ഇതിൻ്റെ 2 of his base edges are perpendicular to VP ആയിട്ട് നിൽക്കുന്നു. ഓക്കെ. സോ 2 of his base edges are perpendicular to VP ആയിട്ട് നിൽക്കുന്നു. സോ നമ്മൾ XY ലൈൻ വരച്ചു. എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? 2 ബേസ് എഡ്ജസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് ഇരിക്കുന്നു അല്ലേ? 2 ബേസ് എഡ്ജസ് ഞാൻ പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് വെക്കുവാണ്. ഈ 2 ബേസ് എഡ്ജസും ഞാൻ പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് വെക്കുകയാണ് അല്ലേ? സോ XY ലൈൻ വരച്ചു. പെർപെൻഡിക്കുലർ ടു XY ലൈനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പെർപെൻഡിക്കുലർ ടു XY ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ഇതിൻ്റെ ടോപ്പ് വ്യൂ so it is A B C D
അപ്പെക്സ് റെപ്രസെൻറ്റ് ചെയ്യണം. സീരീസ് ഒ പി അല്ലേ, ബോട്ടത്തിൽ പി എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എ ഡാഷ് ഡി ഡാഷ് ബി ഡാഷ് സി ഡാഷ്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദിസ് പിരമിഡ്? ഇത് നമുക്ക് 60 തന്നെ കൊടുക്കാം അല്ലേ. സോ 60 മില്ലിമീറ്റർ തന്നെ കൊടുക്കുന്നു. O dash P dash. Okay. So നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആയി, ഫ്രണ്ട് വ്യൂ ആയി അല്ലേ. നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ്? ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നോക്കിയേ, ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഇതായിരിക്കുമോ? നേരത്തെ കേസിനകത്ത് നമ്മൾ ഒ ഡാഷ് സി ഡാഷ് അല്ലെ, ഒ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് അല്ലെ, ഒ ഡാഷ് സി ഡാഷിൻ്റെ ലെങ്ത് ആയിരിക്കുമോ ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത്? ആയിരിക്കുമോ? അല്ല. എന്തുകൊണ്ടാ? നോക്കിയേ, ഈ ഒ ബി അല്ലെങ്കിൽ ഒ ഡാഷ് ബി ഡാഷ് നോക്കിയേ, ഇറ്റ് ഈസ് നോട്ട് പാരലൽ ടു വി പി. പാരലൽ ടു വി പി ആയിട്ടാണ് ഇരിക്കുക അല്ലേ? പാരലൽ ടു വി പി ആയിട്ടല്ല ഇരിക്കുക. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയിട്ടാണ് ഇരിക്കുക അല്ലേ. സോ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയിട്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് ഇത് ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും അല്ലേ. സോ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? നോക്കിയും ഈ ഒ ബി അല്ലെങ്കിൽ ഒ സി, അപ്പോൾ ഈ ഒ ബിനെ പിടിച്ച് നമുക്ക് പാരലൽ ടു എക്സ് വൈ ലൈൻ ആക്കുമായിരുന്നെങ്കിൽ അല്ലേ. സോ ഈ ഒ ബിനെ പിടിച്ച് പാരലൽ ടു എക്സ് വൈ ലൈൻ ആക്കുമായിരുന്നെങ്കിൽ സോബിനെ പിടിച്ച് പാരലൽ ടു എക്സ് വൈ ലൈൻ ആക്കുവാണെങ്കിൽ സി ഒ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് ആണ്, ഒ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് ആണ് ആക്ച്വൽ ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പാരലൽ ടു വി പി അല്ലെങ്കിൽ ഒ സി, ഒന്നും പാരലൽ ടു വി പി ആയിട്ടല്ല ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാറ്ററൽ എഡ്ജ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലാറ്ററൽ എഡ്ജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഈ ഒ ബിനെ പിടിച്ച് പാരലൽ ടു എക്സ് വൈ ലൈൻ ആക്കി അല്ലേ. ഒ ബിനെ പിടിച്ച് പാരലൽ ടു എക്സ് വൈ ലൈൻ ആക്കി ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തു. നമുക്ക് ബി വൺ ഡാഷ് കിട്ടി, ഒ ഡാഷ് ബി വൺ ഡാഷ്. സോ ദാറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ലാറ്ററൽ എഡ്ജ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ച് നമുക്ക് ഈ പറഞ്ഞ സ്ക്വയർ പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഈ ലെങ്ത് എടുത്തു. ഏത് ലെങ്ത് എടുക്കേണ്ടത്? ഒ ഡാഷ് ബി ഡാഷിൻ്റെ എടുത്താൽ മതിയോ? പോരാ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് തന്നെ എടുക്കണം. ദാറ്റ് ഈസ് ഒ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് അല്ലേ. ഒ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് എടുത്തു. ഇനി നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഡ്രോ ആൻ ആർക്ക് വരച്ചു. ഈ പോയിന്റ് നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് അവർ അപ്പെക്സ് ഒ. പിന്നെയാണ് ഇതിനെ എ എന്ന് മാർക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഒ എ. ഓക്കെ, ഒ എ. ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എടുത്തു. സോ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ്? ദറ്റ് ഈസ് 30 മില്ലിമീറ്റർ അല്ലേ. സോ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എടുത്തു, ഇതിനെ കട്ട് ചെയ്തു. സോ 1 2 3 4 അല്ലേ. സോ ഇറ്റ് ഈസ് എ ബി സി ഡി. വീണ്ടും എന്ത് തന്നെ വരും? ആ സെയിം പോലെ തന്നെ വരും അല്ലേ. അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇവിടെ വന്ന് ഈ എ തന്നെ ഇവിടെ വരും അല്ലേ. സോ ഇറ്റ് ഈസ് ഒ എ അല്ലേ. ഒ ബി ഒ സി ഒ ഡി. ഇനി ബേസ് എഡ്ജസ് ഇറ്റ് ഈസ് എ ബി ബി സി സി ഡി ദെൻ ഡി എ. ഓക്കെ, അതുപോലെ നമുക്ക് ബോട്ടം ബേസും കൂടെ വരയ്ക്കാം. ദറ്റ് ഈസ് എ ബി സി ഡി അല്ലേ.
ഇനി ഞാൻ ഈ ക്വസ്റ്റിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് സൈഡ് 30 mm and height 60 mm resting on HP on its base with two of its base edges are എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് നിൽക്കുന്നു അല്ലേ. ഓക്കെ, ഇനി എ കട്ടിംഗ് പ്ലെയിൻ inclined at 30 degree to HP perpendicular to VP bisecting the axis of the pyramid. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് പിരമിഡ്, അതാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സപ്പോസ് എ കട്ടിംഗ് പ്ലെയിൻ വിച്ച് ഈസ് inclined at, ഇപ്പോൾ നമ്മൾ ഈ പിരമിഡ് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ. സോ ഈ പിരമിഡ് ഇങ്ങനെ ഇരിക്കുന്നു. സപ്പോസ് എ കട്ടിംഗ് പ്ലെയിൻ വിച്ച് ഈസ് 30 degree inclined to VP and perpendicular to HP and it is bisecting the axis of the pyramid. സോ ഇതിനെ കട്ട് ചെയ്ത് കടന്നു പോവുക അല്ലേ. സോ ഇതിനെ കട്ട് ചെയ്തൊരു കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോവുക. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ബോട്ടം പോർഷൻ ഓഫ് ദിസ് പിരമിഡ്, ഇതിൻ്റെ ബോട്ടം പോർഷൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? സോ ആദ്യത്തെ കേസ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കട്ടിങ് കാണിക്കണം അല്ലേ. സോ എങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത്? ഇറ്റ് ഈസ് കട്ടിങ് ത്രൂ the midpoint of the axis. It is bisecting the axis of the pyramid അല്ലേ. So it is cutting through the midpoint of the axis അല്ലേ. എത്ര ഡിഗ്രി ആയിരുന്നു കട്ടിംഗ് പ്ലെയിൻ? ഇറ്റ് ഈസ് 30 degree inclined to HP ആയിട്ടിരിക്കുന്ന കട്ടിംഗ് പ്ലെയിൻ അല്ലേ. സോ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് what is the height of this pyramid? 60 അല്ലേ. So that is 30 mm. So it is bisecting the axis of the pyramid. ഇനി കട്ടിംഗ് പ്ലെയിൻ എങ്ങനെ പാസ് ചെയ്ത് പോവുക? 30 degree inclined to HP അല്ലേ. സോ 30 degree inclined to HP ആയിട്ടിരിക്കുന്ന ഒരു കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നു അല്ലേ. സോ കട്ടിംഗ് പ്ലെയിൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് 30 degree. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ടിംഗ് പോയിന്റ്സ് ഈ എഡ്ജസിൽ ഏതൊക്കെ പോയിന്റിൽ കൂടിയാണോ പാസ് ചെയ്തേക്കുന്നത് ആ കറക്റ്റ് എഡ്ജ് ആ പോയിന്റ്സ് നമുക്ക് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. സോ ഇറ്റ് ഈസ് കട്ടിംഗ് ത്രൂ OA അല്ലേ. O dash A dash കൂടെ കട്ട് ചെയ്ത് പോകുന്നു. സോ നമുക്ക് ഇവിടെ കൊടുക്കുക ഇറ്റ് ഈസ് 1 dash. സോ 1 dash മീൻസ് ഇറ്റ് ഈസ് കട്ടിംഗ് ത്രൂ O dash A dash. O dash A dash ഈ പർട്ടിക്കുലർ പോയിന്റിൽ കൂടി ഇത് കട്ട് ചെയ്ത് പോകും അല്ലേ. സോ ഇറ്റ് ഈസ് 1 dash. Then it is cutting through O dash B dash at this point അല്ലേ. ഈ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകും. നമുക്ക് കൊടുക്കാം ഇറ്റ് ഈസ് 2 dash. ഓക്കെ, സോ ഓൾസോ ഇറ്റ് ഈസ് കട്ടിംഗ് ത്രൂ OC അല്ലേ. OC കൂടെ O dash C dash കൂടെ പാസ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് എവിടെയാണ്? ഈ സെയിം പോയിന്റ് കൂടെ തന്നെ അല്ലേ. സോ ബട്ട് ഇറ്റ് ഈസ് ഇൻവിസിബിൾ. സോ അവിടെ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ് ഈസ് 3 dash. ഓക്കെ, ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യാൻ ദാറ്റ് ഈസ് 3 dash. Then പിന്നെ എവിടെയുള്ളത്? ഇറ്റ് ഈസ് O dash D dash കൂടെ പാസ് ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻവിസിബിൾ. അതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യാൻ ഇറ്റ് ഈസ് 4 dash. ഓക്കെ, എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഈ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ ഈ പിരമിഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഓർഡറിൽ തന്നെ കട്ടിംഗ് പോയിന്റ്സും മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, ഏത് നമ്പറിങ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ ആ ഓർഡറിൽ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇത് ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇതിനെ കട്ട് ചെയ്തു. സോ കട്ട് ചെയ്ത് കട്ടിംഗ് പോയിന്റ്സ് ഏതൊക്കെ എഡ്ജസിൽ കൂടെ ഏതൊക്കെ പോയിന്റ്സിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്ന ആ കറക്റ്റ് പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദാറ്റ് ഈസ് 1 dash, 2 dash, 3 dash, then 4 dash അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് നമുക്ക് ഡെവലപ്മെന്റിലേക്ക് റെപ്രസെന്റ് ചെയ്യണം അല്ലേ. സോ ഈ പോയിന്റ്സ് ഡെവലപ്മെന്റിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതിയോ? O1 ഡിസ്റ്റൻസ് എടുത്താൽ ഈ O1 dash ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ ആ സെയിം പോയിന്റ് ആയിരിക്കും കിട്ടുക. നോക്കി, ഇത് ഡാഷ് കട്ട് ചെയ്തിരിക്കുന്നത് 1 dash അല്ലേ. സോ O dash 1 dash ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആക്ച്വൽ 1 ആയിരിക്കുമോ? ആയിരിക്കത്തില്ല. ബിക്കോസ് ഇവിടെ കാണുന്ന ഈ O dash A dash എന്ന് പറയുന്ന ലാറ്ററൽ എഡ്ജിന്റെ ലെങ്ത് ആണോ നമ്മൾ കാണുന്നത്? അല്ല അല്ലേ. സോ ഈ OA എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇംഗ്ലണ്ട് ടു VP ആയിട്ടിരിക്കുന്ന ലെങ്താ അല്ലേ. സോ ഇവിടെ നമ്മൾ കാണുന്ന O dash A dash ആക്ച്വൽ OA ആണോ നമ്മൾ കാണുക? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആക്ച്വൽ ലെങ്തിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോയിന്റിനെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം അല്ലേ. ആക്ച്വൽ പോയിന്റിലേക്ക് നമ്മൾ ഈ പോയിന്റിനെ നമുക്ക് കൊണ്ടുവരണം അല്ലേ. സോ എങ്ങനെ കൊണ്ടുവരാം? ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ. ഈ പറഞ്ഞ 1 dash, സോ ദാറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് ഇത്ര മില്ലിമീറ്റർ അബോവ് HP ആണ് നിൽക്കുന്നതെങ്കിൽ അല്ലേ. സോ ഈ സെയിം പോയിന്റ് തന്നെ നമ്മൾ
ആക്ച്വൽ ലാറ്ററൽ എഡ്ജിലേക്ക് കൊണ്ടുവരിക അല്ലേ. സോ ഇതാണ് നമ്മൾ ആക്ച്വൽ ലാറ്ററൽ എഡ്ജ്. സോ ആക്ച്വൽ ലാറ്ററൽ എഡ്ജിലേക്ക് ഈ സെയിം പോയിന്റിനെ കൊണ്ടുവരിക. ഓക്കെ, സോ ഇനി നമുക്ക് കൊടുക്കാം ഇറ്റ് ഈസ് 1 1. സോ ഇതിനെ 1 1 ഡാഷ് എന്ന് ഞാൻ വിളിച്ചു. ദെൻ 1 1 ആൻഡ് 4 1. സോ 1നെയും 4നെയും ഞാൻ ആക്ച്വൽ ലാറ്ററൽ എഡ്ജിലേക്ക് കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2നെയും 3നെയും കൊണ്ടുവരണം അല്ലേ. സോ 2നെയും 3നെയും ഇതുപോലെ തന്നെ കൊണ്ടുവന്നു. സോ ദാറ്റ് ഈസ് 2 1 ഡാഷ് 3 1 ഡാഷ്. 2നെയും 3നെയും ഇതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നു. 2 1 ഡാഷ് 3 1 ഡാഷ് അല്ലേ. ഓക്കെ, സോ ഇനി ഈ ലെങ്ത് എടുത്ത് വേണം നമ്മൾ ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, സോ നോക്കുക, ഇനി ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യണം, ഈ ഡെവലപ്മെൻറ്റ് മാർക്ക് ചെയ്യണം. സോ എന്ത് ചെയ്യണം, ഫസ്റ്റ് കേസ് 1 എത്ര എടുക്കണം, ലാറ്ററൽ എഡ്ജിലുള്ള ഈ ലെങ്ത് എടുക്കുക. ദാറ്റ് ഈസ് O1 അല്ലേ. O1 ഡിസ്റ്റൻസ് ലാറ്ററൽ എഡ്ജിൽ എടുക്കുക. ഇനി 1 എവിടെയാണ് ഉള്ളത്, ഇറ്റ് ഈസ് ഓൺ OA അല്ലേ. സോ ഇവിടെ മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് 1. ഇനി 2 എവിടെയാണ് ഉള്ളത്, ദാറ്റ് ഈസ് ഓൺ OB. സോ ഈ സെയിം ലെങ്ത് തന്നെ എടുക്കുക. 2 that is 2. then 3 സെയിം ലെങ്ത് തന്നെ, 3ലും സെയിം ലെങ്ത് തന്നെയാണ് അല്ലേ. സോ സെയിം ലെങ്ത് തന്നെ എടുക്കുക. ദാറ്റ് ഈസ് 3. then 4ൽ ഏതാണ്, O1 ഡിസ്റ്റൻസ് തന്നെയാണ് O4 ഡിസ്റ്റൻസ്. സോ O1 ഡിസ്റ്റൻസ് തന്നെയാണ് O4 ഡിസ്റ്റൻസ്. സോ സെയിം ഡിസ്റ്റൻസ് തന്നെ എടുക്കുക. സോ ദാറ്റ് ഈസ് 4. then 1 സെയിം ഡിസ്റ്റൻസ് തന്നെ അല്ലേ. ഓക്കെ, ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻസ് എങ്ങനെയായിരിക്കും, സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കും അല്ലേ. ബിക്കോസ് വി ആർ കട്ടിങ് എ സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നതും സ്ട്രൈറ്റ് ലൈൻസ് തന്നെയായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് സോ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് വരയ്ക്കുമ്പം ഇത്രയും കേസസ് ഉള്ളൂ അല്ലേ. സോ റിമൈനിങ് പോർഷൻ, സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ബോട്ടം പോർഷൻസിൻ്റെ എന്താണ് ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബോട്ടം പോർഷൻ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരയ്ക്കുക, ബാക്കിയുള്ളതെല്ലാം തിൻ ലൈൻസ് ആയിട്ട് തന്നെ വരയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് കേസ് നിങ്ങൾ എന്ത് ചെയ്യണം, തിക്കാക്കുക. എന്ത് നമുക്ക് വേണ്ട പോർഷൻസ് അല്ലേ, നമുക്ക് റിമൈനിങ് പോർഷൻസ് അല്ലെങ്കിൽ ബോട്ടം പോർഷൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ബോട്ടം പോർഷനെ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരയ്ക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെക്ഷൻ, ഒരു ഒബ്ജക്റ്റിനെ സെക്ഷൻ ചെയ്താൽ അതിൻ്റെ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ആ ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ആദ്യം വരയ്ക്കുക അല്ലേ. ഇവിടെ നമുക്ക് സ്ക്വയർ പിരമിഡിൻ്റെയാണ് വേണ്ടത്. സോ ഈ സ്ക്വയർ പിരമിഡിൻ്റെ ജസ്റ്റ് ഡെവലപ്മെൻറ്റ് നമ്മൾ ആദ്യം വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, അതിനകത്തുനിന്നും നമ്മൾ സാധാരണ തന്നെ സെക്ഷൻ ഓഫ് സോളിഡ്സ് നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തു. കട്ട് ചെയ്ത കട്ടിംഗ് പോയിൻറ്റ്സ്, ഓരോ എഡ്ജിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന കട്ടിംഗ് പോയിൻറ്റ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇവിടെ ലാറ്ററൽ എഡ്ജിലേക്ക്, ആക്ച്വൽ ലാറ്ററൽ എഡ്ജിലേക്ക് തന്നെ ആ കട്ടിംഗ് പോയിന്റിനെ കൊണ്ടുവരിക അല്ലേ. സോ ഇവിടെ 1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആക്ച്വൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്, O'(B1' ആണ്. ദാറ്റ് ഈസ് ദി ആക്ച്വൽ ലാറ്ററൽ എഡ്ജ്. സോ അതിലേക്ക് ഞാൻ ഈ 1നെയും 2നെയും 3നെയും 4നെയും എല്ലാം കൊണ്ടുവന്നു അല്ലേ. പിന്നെ എന്ത് ചെയ്തു, ആക്ച്വൽ ലാറ്ററൽ എഡ്ജ് എടുത്ത് വേണം നമ്മൾ O1 O2 O3 O4 ഡിസ്റ്റൻസ് എടുക്കാൻ. അതെന്ത് ചെയ്തു, നമ്മൾ ഈ ഡെവലപ്മെൻറ്റിലേക്ക് ആ പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തു അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.